അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പപ്പടം വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് 10 പപ്പടം മുറിച്ചെടുത്തത് ഇട്ട് വേണം കുറേശ്ശെ വറുത്ത് കോരാനായിട്ട്. നമുക്ക് പപ്പടം കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. നമുക്കിതിങ്ങനെ കുറേശ്ശെ വറുത്ത് കോരിയെടുക്കണം. 10 പപ്പടം മുറിച്ചതാണ്. പപ്പടം മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ പപ്പടം വറുത്ത എണ്ണയിലേക്കാണ് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാനിൽ വേറെ എണ്ണ തന്നെ ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് 4 പച്ചമുളക് മുറിച്ചതിടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നുകൊണ്ടിരിക്കട്ടെ. ഇതിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിക്കിട്ടട്ടെ. അതായത് തേങ്ങാപ്പാൽ ഒന്ന് വറ്റിക്കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ പപ്പടത്തോരൻ വയ്ക്കുമ്പോഴത്തേക്കിന് അത് പപ്പടം എല്ലാം കൂടെ നയന്ന് പോകും. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്ന വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വറുത്ത് കൊടുക്കാം. ഇത് കൊച്ചു കുട്ടികൾക്ക് ചോറിനും സ്കൂളിലൊക്കെ ടിഫിൻ കൊടുത്തു വിടാനായിട്ട് നല്ലൊരു തോരൻ കറിയാണ്. ഊണിനും നല്ല ഒരു കറിയാണ്. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം അതിൻ്റെ പറ്റിയിട്ടുണ്ട്. നമുക്കിതിനി പപ്പടമായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ പപ്പടം വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതിന് ചെറുതായിട്ട് പൊടിച്ച് കൊടുക്കണം. ഇത് നമ്മൾ വിളമ്പാൻ ടിഫിൻ അല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന സമയം വേണം ഇത് ശരിക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ. കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അത് നമുക്ക് അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുത്തിട്ട് നമുക്കിത് പപ്പടത്തോരൻ്റെ മുകളിൽ വിതറി കൊടുക്കണം. നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിലേക്ക് ഉള്ളി വറുത്തതും കൂടെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്രിസ്പി ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടത്തോരനാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.